വിട്ടുമാറാത്ത ചുമയുണ്ടോ? പ്രത്യേകിച്ച് കഫമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ചുമ ഉണ്ടോ? അതിന് പ്രധാനപ്പെട്ട 4 കാരണങ്ങളുണ്ട്. ആദ്യത്തേതും അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ അലർജി തന്നെയാണ്. അലർജിയുള്ള എല്ലാവർക്കും തുമ്മലും മൂക്കൊലിപ്പ് തന്നെ ആവണമെന്നില്ല. അധികം ആളുകൾക്കും ഇങ്ങനെ ചുമയായിട്ടും പ്രസന്റ് ചെയ്യാറുണ്ട്. ആദ്യമായിട്ട് വേണ്ടത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ചുമ ട്രിഗർ ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് വേണ്ടത്. കൂടെ അലർജിയുടെ ടെസ്റ്റുകളൊക്കെ ചെയ്യുക. അലർജി എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ മാത്രമേ നമുക്കത് കുറയാറുള്ളൂ. അടുത്തതായിട്ട് വിട്ടുമാറുന്ന ചുമ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം അസിഡിറ്റിയാണ്. ഇങ്ങനെ അസിഡിറ്റി ഉള്ള ആളുകൾക്ക് ആസിഡ് റിഫ്ലക്സ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ആസിഡ് നമ്മളെ വയറിൽ നിന്ന് നമ്മുടെ ത്രോട്ടിൽ എത്തിയിട്ട് അവിടെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് ഈ ഒരു ചുമ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ പ്രോപ്പർ ആയിട്ടുള്ള അസിഡിറ്റി മാനേജ്മെന്റ്, ആസിഡ് റിഫ്ലക്സ് ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉദാഹരണമായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാതിരിക്കുക. കിടക്കുന്ന സമയത്ത് തലഭാഗം പൊക്കി വെച്ച് കിടക്കാൻ നോക്കുക. എരിവും കൂടുതൽ പുളിയുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് പോസ്റ്റ് വൈറൽ കഫ് എന്ന് പറയും. അതായത് എന്തെങ്കിലും ഇൻഫെക്ഷൻ, ഉദാഹരണമായിട്ട് ഒരു പനി വന്നു കഴിഞ്ഞിട്ട് വിട്ടുമാറാത്ത ചുമ ഉണ്ടെങ്കിൽ അതൊരു വൈറസ് ഇൻഫെക്ഷന് ശേഷമുള്ള ഒരു ചുമയാണ്. അതിന് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. അതോടൊപ്പം തന്നെ സിംറ്റമാറ്റിക് ആയിട്ട് എന്താണോ ബുദ്ധിമുട്ട് അതിന് വേണ്ടി സിംറ്റംസ് ഒക്കെ നന്നായിട്ട് നോക്കിയിട്ട് അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുന്ന വഴി തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ഫോർത്ത് ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂറോജനിക് കഫ് ആണ്. ന്യൂറോജനിക് കഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞരമ്പുകൾക്ക് എന്തെങ്കിലും ഡാമേജ് വരിക അല്ലെങ്കിൽ ഞരമ്പുകൾ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന വഴിയാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. എന്താണ് കാരണം എന്ന് നോക്കിയിട്ട് റൂട്ട് കോസ് അനലൈസ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ചുമ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവുക. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വിട്ടുമാറാത്ത വരണ്ട ചുമയുണ്ടോ എന്നാൽ താഴെ കമന്റ് ചെയ്യൂ.